എന്നാണ് നീ കഴിവൊക്കെ തുടങ്ങിയത്? കുളിച്ചിട്ട് 4 ലെയറിയാമോ? നീ കല്യാണത്തിന് കുളിക്കണം. കഴിക്കാൻ പോവാണ്. ഞാൻ എങ്ങനെയുണ്ട് ഗംഗയുടെ ഔട്ട്ഫിറ്റിന്റെ പുറത്ത് പറയൂ, എത്രയാണ്? 350 രൂപ. ഏത് രാമേന്ദ്ര? ഹലോ, ഇന്നത്തെ ഒരു മിനി വ്ളോഗാണ്. ഞാൻ കുറേ നാൾക്ക് ശേഷം ബസ്സിൽ കയറി ഇങ്ങനെ നൊസ്റ്റു അടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ സൈഡ് സീറ്റിൽ ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഞാൻ നീതുവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് പടകളും കൂടെ വരാനുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. നീ ബസ്സിലോട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റോളമാവും, ഇതുവരെ വന്നിട്ടില്ല. നേരിട്ട് വന്നിട്ടാണ് എന്ത് പറയാനായിട്ട്. എന്നും ഞാനാണ് ലേറ്റ് ആവണമെന്നാണ് പറയണം. ഇതാണ് സത്യാവസ്ഥ, ഞാനല്ല ലേറ്റ് ആവുന്നത്. എവിടെ നിൽക്കാന്ന് പറഞ്ഞേ? ഞാൻ പാർട്ടി വിചാരിക്കുന്നതല്ല. എവിടെ നിൽക്കാന്ന് പറഞ്ഞേ? ഗൈസ്, ഇവിടെയാണ് നിൽക്കാനുള്ളത്. ഇവിടെ നിന്നാൽ നമുക്ക് ഓട്ടോ അടിച്ചു, അവിടെ നിന്നാൽ ഓട്ടോ കിട്ടൂല. നീ ഒന്ന് സംസാരിക്കല്ലോ, ആദ്യമേ പറഞ്ഞു എന്നിട്ട് പറയണ്ട സംസാരിക്കാൻ പറഞ്ഞു. നോണയൊന്നും പറയല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നോണയാണ് പറഞ്ഞത്. ഹലോ ഗൈസ്, ഹായ്. ഞങ്ങൾ പശുവിൻ്റെ കല്യാണം കൂടാൻ പോവുകയാണ്. പക്ഷെ കല്യാണമല്ല, ഇന്ന് അവിടെ പോയി കണ്ട് കല്യാണത്തിന് ടെൻഷൻ ആവാതിരിക്കുന്ന അവിടെ ടെൻഷൻ ആക്കിപ്പിക്കണം. ട്രൂ ഫ്രണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് നേരം ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ 2 പടയും കൂടെ കിട്ടാനായിട്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ നീതുവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല, ഇവർ രണ്ടുപേരും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ വരൂല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അടുത്ത ദിവസം വരാം, ഇന്ന് എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന്. കല്യാണം 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നേരത്തെ പോവാമെന്ന്. കാരണം കല്യാണം അടുപ്പിച്ചാകുമ്പോൾ പിന്നെ വീട്ടിലോട്ട് പോകാൻ പറ്റില്ല, ഫുള്ള് ഗസ്റ്റ് ആയിരിക്കും, റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് ഫ്രീ ആയിട്ട് അവളുടെ അടുത്ത് സംസാരിക്കണമെങ്കിൽ നേരത്തെ പോയാലേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ 2 ദിവസം മുന്നേ പോണത്. വഴി അത്ര പിടിയില്ലായിരുന്നു, കാരണം 2 വീലറിലൊക്കെയാണ് പോയിട്ടുള്ളത്, അല്ലാതെ ഓട്ടോയിലൊന്നും പോയിട്ടില്ല. അപ്പോൾ കറക്റ്റ് സ്ഥലം പറയാനായിട്ട് അറിയത്തില്ലായിരുന്നു. ബട്ട് കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എത്തി. അവളുടെ അടുത്ത് ഗംഗ വിളിച്ച് ചോദിച്ചു, അഡ്രസ്സൊക്കെ ചോദിച്ചു, അങ്ങനെയൊക്കെ എത്തിയത്. പിന്നെ ഓട്ടോ അങ്കിള് ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. ആ അങ്കിള് കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിപ്പിച്ചു. എനിക്കൊന്നും പറയില്ല. നീ ഇന്ന് വരുന്നല്ല പറഞ്ഞത്. ഞാൻ വീഡിയോ എടുത്തത് എന്റെ അമ്മയ്ക്ക്. പച്ച വെള്ളം തന്ന നീ വന്നിട്ട്. കരയോ? നീ കരയോ? നീ ഇത് പോയാ കരയോ? ഇല്ല. വിഷമമുണ്ടോ? പറഞ്ഞു കരയിപ്പിക്കാം. സൈക്കോളജി. ഒട്ടുമില്ല എന്ന് ഞാൻ കേട്ടത്. എന്റെ ചെവിയുടെ പെശക് എന്തോ കേട്ടു ഞാൻ. നീ തോക്കും. ഞാൻ പാകിസ്ഥാൻ ടീമാണ്. വില്ലേജ് കുക്കിംഗ്. മഞ്ഞൾ, മുളക്, ഉപ്പ്, തൈര്. കൈ ആര്? ഞാൻ വരുമെന്ന് പറഞ്ഞില്ല അവളുടെ അടുത്ത്. ഞാൻ ഒന്നും കിട്ടും, ഞാൻ ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കുന്നു. കുഴപ്പമില്ല. കഴിക്കാൻ പോവാണ്. ഞാൻ പറയട്ടാ? ആ പറിച്ചു. അപ്പൊ അവ അറിയിച്ചു കേട്ടോ എല്ലാരും. രഹസ്യമായിട്ട് മാങ്ങ പറിക്കണം എല്ലാരും അറിയിച്ചു. താങ്ക്സ്. എനക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. മാങ്ങ ഒന്ന് പണ്ടെടുത്ത് പറഞ്ഞില്ല. എന്നാണ് നീ കഴിവൊക്കെ തുടങ്ങിയത്? കുളിച്ചിട്ട് 4 ലെയറിയാമോ? നീ കല്യാണത്തിന് കുളിക്കണം.
സ്പോട്ടിന് കിട്ടി. ആരും അറിഞ്ഞില്ല. കാശി സൂപ്പർ. ആട്ടോ പോവോ? ഞാൻ ഒട്ടിക്കാം. ഈ ആട്ടോ നിങ്ങൾ തള്ളിയാതി പറയുന്നു. അതിനെക്കാട്ടി ഞാൻ ഓട്ടിക്കും. ആ ശരി തന്നെ. ഇങ്ങോട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോകാം. എനിക്കില്ല മാങ്ങ തരൂ. ഞാൻ കൊണ്ടുപോവാ ഇതില്ല, സഞ്ചിയില്ല. കവർ ഇല്ല, കവർ ഞാൻ കൊണ്ടുപോകണ്ട. എനിക്ക് സഞ്ചിയൊന്നും ഇല്ല. 2-3 ഞാൻ കൊണ്ടുപോകണം. ഓളുണ്ട്. ഓക്കെ ബൈ. വലിയ മാങ്ങയുടെ ഞാൻ വലിയ പപ്സൂട്ട് എടുക്കണേ ഇപ്പോഴേ പറയുന്നത്. പണ്ട് കോളേജിലായിരുന്നപ്പോൾ സ്ഥിരം പരിപാടി പപ്സ് കൊണ്ട് വയ്ക്കും. അതിലേറ്റവും വലുത് ഏതാണ് അത് നോക്കിയിട്ട് എടുക്കും. അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ പപ്സിൽ അങ്ങനെ വലുതും ചെറുതൊന്നുമില്ല. ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് ഉണ്ടല്ലോ, അതിൽ ആ വലുത് നോക്കിയെടുക്കലാണ് പണി. അങ്ങനെ പപ്സൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അവിടെ ഇരുന്ന് ഭയങ്കര ചൂടായിരുന്നു, മുടിഞ്ഞ ചൂടായിരുന്നു എന്ന് വെച്ചാൽ അത്രയ്ക്ക് ചൂടായിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചെങ്കിൽ പിന്നെ അവിടെ കയറിയിരിക്കുക, അവിടെ ആകുമ്പോൾ AC ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ അവിടെ കയറി ചുമ്മാ അങ്ങോട്ട് കറങ്ങുമായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക് ഷെയ്ഡൊക്കെ നോക്കി, പിന്നെ ഡ്രസ്സൊക്കെ എല്ലാം റേറ്റൊക്കെ. ഈ ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ ഈ സെയിം ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിവിടെ കേശദാസനും സ്റ്റുഡിയോയിലും ഇതേ സെയിം ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അങ്ങനെ ഗംഗയ്ക്കൊക്കെ കാണിച്ചു കൊടുക്കും ായിരുന്നു ആ ഡ്രസ്സ് ഞാൻ എടുത്തു എന്നും പറഞ്ഞ്. പിന്നെ നമ്മളെന്താ ഇങ്ങനെ ലിപ്സ്റ്റിക് ഷെയ്ഡ്, ഓരോ ഡ്രസ്സ് പുതിയ ഏതൊക്കെയാണ് വന്നതെന്നൊക്കെ നോക്കി. അങ്ങനെ ഒന്നും വാങ്ങിയൊന്നുമില്ല, ജസ്റ്റ് എല്ലാം ഇങ്ങനെ നോക്കി നടന്നു. റേറ്റൊക്കെ നോക്കി നടക്കായിരുന്നു. അത് സ്റ്റുഡിയോയിൽ കയറിയിട്ട് ഇങ്ങനെ റേറ്റൊക്കെ നോക്കി നടക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ആ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു ഇങ്ങനെ നടക്കുന്നത്. അതിനുശേഷം ലിപ്സ്റ്റിക് ഷെയ്ഡൊക്കെ നോക്കി. ഒരുപാട് ഷെയ്ഡുണ്ട് ലിപ്സ്റ്റിക്കിന്. പിന്നെ ഇപ്പോൾ ഒരുപാട് കളക്ഷനും വന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ സ്റ്റുഡിയോയിലെ എല്ലാ പ്രോഡക്ട്സിനും ഒരു റേറ്റ് കൂട്ടി. നമ്മളിപ്പോൾ 500-ന് 400-നൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനം ഇപ്പോൾ 800, 1000 വരെ ആക്കി. എന്തിനവർ ഭയങ്കരമായിട്ട് റേറ്റ് കൂടി കേട്ടോ. കാരണം ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. അത് കാരണമാണ് അവർ കൂട്ടിയെന്നാണ് തോന്നുന്നത്. ഈ വിൽക്കുന്ന വ്യക്തിയാണ്. ഒന്നുകൂടെ മീശ വിരിക്കോ, ഒന്നുകൂടെ മീശ വിരിക്കോ. ഉമ്മ ഓക്കെ ബൈ. എങ്ങനെയുണ്ട് ഗംഗയുടെ ഔട്ട്ഫിറ്റിന്റെ പുറത്ത് പറയൂ, എത്രയാണ്? 350 രൂപ. ഏത് രാമേന്ദ്ര ഇത് ഇൻസ്റ്റാഗ്രാമിലൊരു പേജ് ആണോ? അങ്ങനെ നമ്മൾ പെണ്ണിനെ കാണാനായിട്ട് ബ്രൈഡിൻ്റെ റൂമിലോട്ട് കയറി. പക്ഷേ റൂമിലോട്ട് കയറിയിട്ട് നമ്മൾ കണ്ണാടി കണ്ടപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് സെൽഫി എടുക്കാനും വീഡിയോസ് എടുക്കാനും തുടങ്ങി. ഞാനും ഗംഗയും കൂടെയാണ് വീഡിയോസ് എടുത്തത്. അതിനുശേഷം എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണമായിരുന്നു. ഞാൻ പൂ വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പോയതിന് ശേഷം പൂ വെച്ചു. അപ്പോൾ പാർവതി ചേച്ചി എനിക്ക് പൂ വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത്. പിന്നെ പാർവതി ചേച്ചിയുടെ അമ്മയാണ് എനിക്ക് സാരി ഒന്ന് അറേഞ്ച് ചെയ്ത് തന്നത്. ഇതിപ്പോൾ കുറച്ച് ഞാൻ കാറിലൊക്കെ വന്നപ്പോൾ എനിക്ക് സാരി എത്ര ഉടുക്കാനായിട്ട് അറിയത്തില്ല. അപ്പം ഞാൻ ഫുള്ള് വാരി കൂട്ടിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ചേച്ചിയുടെ അമ്മ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നു, സാരി നന്നായിട്ട് ഡ്രൈപ്പ് ചെയ്ത് തന്നു. ഇത് അതിന് മുന്നത്തെ സീനാണ് ഞാൻ ഇത്. പിന്നെ നീതു അവിടെ ഫോട്ടോസും തിരക്കും ഒക്കെ ആയിട്ട് പുറത്ത് നിൽക്കുകയായിരുന്നു. സുന്ദരിയായിട്ടുണ്ട്. പറയൂ, എന്താണ് ടെൻഷൻ ഉണ്ടോ? അയ്യോ സോറി. പാർവതി ചേച്ചി നമ്മുടെ നീതുവിനെ സുന്ദരിയാക്കി. നല്ല ഭംഗിയുണ്ട് മേക്കപ്പ്. കല്യാണ പെണ്ണിനെയും വെച്ച് ഒരു റീലെടുക്കാമെന്ന് വെച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിലും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് അവളെ പൊക്കി ഞാൻ റീലെടുക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് വന്നു. പക്ഷേ എനിക്ക് പിന്നെ എനിക്ക് അത് ട്രാൻസിഷൻ റീലായിരുന്നു. പക്ഷേ എനിക്കത് സെറ്റാക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ അത് അതിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഫുഡൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചപ്പോൾ നമ്മൾ പോകണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ വീണ്ടും കയറി കണ്ണാടിയുടെ അടുത്ത് വന്നു. ഞാൻ എൻ്റെ സാരിയൊക്കെ സെറ്റാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്നുകൂടി ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന്. പിന്നെ നീതുവിനൊന്നും കൂടെ ഒന്ന് ടച്ചപ്പ് ചെയ്യുകയാണ്. പിന്നെ അവിടെ ഗംഗ കത്തി അടിച്ചിരിക്കുകയായിരുന്നു. ഗംഗ പിന്നെ
വാ തുറന്നാൽ പിന്നെ വാ അടയ്ക്കത്തില്ലല്ലോ. പിന്നെ അവൾ അങ്ങോട്ട് കഥ തുടങ്ങി. അപ്പോൾ എല്ലാവരും കൂടെ കഥയൊക്കെ കേട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനും ഇങ്ങനെ അതൊക്കെ വീഡിയോസ് എടുത്ത് സംസാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ കുറേ സീറ്റ് ഒഴിഞ്ഞ് കിടപ്പുണ്ട്, കഴിക്കാനായിട്ട് ചെല്ലാനായിട്ട് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ നീതുവിനെ അവിടെ നിർത്തിയിട്ട് നമ്മൾ കഴിക്കാനായിട്ട് പോയി. പിന്നെ സദ്യയൊക്കെ സൂപ്പറായിരുന്നു. അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. നമുക്ക് സീറ്റ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിരുന്നു ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ കല്യാണം സ്റ്റാർട്ടായി. അങ്ങനെ സൂപ്പറായിരുന്നു. നമ്മൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കോളേജ് മേറ്റ്സും പിന്നെ അവരുടെ പാർട്ട്നേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പർവായിരുന്നു. നമ്മൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇത് കരയണയൊക്കെ കാണണമെന്ന് വിചാരിച്ചത്. ബട്ട് ലാസ്റ്റത്തെ കരച്ചിലൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.